شهر رمضان الذي أنزل فيه القرآن. അൽഹംദുലില്ലാ വസല്ലല്ലാഹു വസല്ലമ അലാ നബിയ്യിന മുഹമ്മദ് വഅലാ ആലിഹി വസഹാബത്തിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയം നിറഞ്ഞവരെ, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അബൂ മാലിക് അൽ ഹാരിസ് ഇബ്നു ആസിം അൽ അശ്അരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന, ഇമാം മുസ്ലിം ഉദ്ധരിച്ചിട്ടുള്ള മനോഹരമായ ഒരു ഹദീസിൽ ഒട്ടേറെ കാര്യങ്ങൾ നമ്മളെ പഠിപ്പിച്ചു തരുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അത്തൊഹൂറു ഷത്രുൽ ഈമാൻ വൽഹംദുലില്ലാ തംലഉൽ മീസാൻ വസുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാ തംലആനി മാ ബൈന സമാഇ വൽ അർദ് വസ്സലാത്തു നൂറുൻ വസ്സദഖത്തു ബുർഹാനുൻ വസ്സബ്റു ളിയാഉൻ വൽ ഖുർആനു ഹുജ്ജത്തുൻ ലക് ഔ അലൈക്. ഇങ്ങനെ പോവുകയാണ്. അത്തൊഹൂറു ഷത്രുൽ ഈമാൻ, വിശുദ്ധി എന്നത്, ശുദ്ധിയായിരിക്കുക എന്നത് ഈമാനിൻ്റെ പാതി ഭാഗമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. നമുക്കറിയാം, ശുദ്ധി എന്നതിനെ എല്ലാ മ്ലേച്ഛതകളിൽ നിന്നും വൃത്തിയായിരിക്കുക എന്നതിനെ വലിയ പ്രാധാന്യത്തോടു കൂടി കണ്ടിട്ടുള്ള മതമാണ് ഇസ്ലാം. അപ്പം അത് ഈമാനിൻ്റെ, വിശ്വാസത്തിൻ്റെ പകുതി തന്നെ നിർവഹിക്കുന്ന കാര്യമാണ്. ഇപ്പോൾ വുളൂ ചെയ്യുക, കൈകാലുകൾ വൃത്തിയാക്കുക എന്നുള്ളതും അത് ആരോഗ്യരംഗത്തൊക്കെ വലിയ പ്രാധാന്യത്തോടു കൂടി ആധുനിക കാലത്ത് സ്വീകരിച്ചു പോരുന്ന ഒരു നടപടിക്രമമാണ്. വിശ്വാസികൾ ആരാധനയുടെ ഭാഗമായി ശുദ്ധിയോടുകൂടി നടക്കണം എന്നാണ്. കുളിക്കണം എന്നുള്ളത് മതപരമായി തന്നെ പഠിപ്പിക്കപ്പെട്ട, അതേപോലെ തന്നെ മൂത്രമൊഴിച്ചാലും മറ്റും വൃത്തിയാക്കണം, വെള്ളം ഉപയോഗിച്ച് വൃത്തിയാക്കണം എന്ന് പഠിപ്പിക്കപ്പെട്ട, എല്ലാ നിലക്കും ആ നിലക്ക് ഒരു ശുചിത്വ ബോധത്തോടു കൂടി നടക്കണം എന്ന് പഠിപ്പിക്കപ്പെട്ട ഒരു മതത്തിൻ്റെ അനുയായികളാണ് നമ്മൾ. അതിനെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പ്രസിദ്ധമായൊരു വചനമാണിത്. ത്വഹൂറു ഷത്രുൽ ഈമാൻ, വിശ്വാസത്തിൻ്റെ പാതി ഭാഗമാണ് ശുചിത്വ ബോധത്തോടു കൂടി നടക്കുക എന്നുള്ളത്. അൽഹംദുലില്ലാ തംലഉൽ മീസാൻ, ഇന്നൊരു ആത്മീയമായ കാര്യമാണ് പറഞ്ഞത്. അൽഹംദുലില്ലാ, സുബ്ഹാനല്ലാഹ് എന്നീ രണ്ട് ദിക്റുകൾ നിങ്ങൾ സ്വായത്തമാക്കുകയും പ്രാവർത്തികമാക്കിക്കൊണ്ടേയിരിക്കുകയും ചെയ്യുക. അത് നിങ്ങളുടെ മീസാനിന് കനം തൂങ്ങുന്ന കാര്യമാണ്. മാ ബൈന സമാഇ വൽ അർദ്, ആകാശഭൂമികൾക്കിടയിലുള്ള അത്രയും വ്യാപ്തി നിറയാൻ മാത്രം കാരണമായി തീരുന്ന ഘടകമാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആ ഒരു ദിക്റ് വലിയ പ്രാധാന്യത്തോടുകൂടി എപ്പോഴും നമ്മൾ കൊണ്ടുവരാൻ ശ്രമിക്കുക എന്നതാണ് രണ്ടാമതായി പറയുന്ന കാര്യം. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാ. മൂന്നാമത് പറയുന്നത് അസ്വലാത്തു നൂറുൻ, നമസ്കാരം എന്നത് ജീവിതത്തിലൊരു പ്രകാശം നൽകുന്ന ഘടകമാണ് എന്ന് തിരിച്ചറിയണം. അത് ഖബറിലാവട്ടെ, ജീവിതത്തിലാവട്ടെ, പാരത്രിക ലോകത്താവട്ടെ, ഒരു പ്രകാശമാനമായി നമ്മുടെ മുമ്പിൽ നമസ്കാരം എന്ന കർമ്മം നിൽക്കും എന്ന് ബോധ്യപ്പെടുക എന്നുള്ളതാണ്. വസ്സദഖത്തു ബുർഹാനുൻ, സ്വതക്കകൾ, ദാനധർമ്മങ്ങൾ നിങ്ങൾക്കൊരു തെളിവായി നിങ്ങളുടെ മുമ്പിലുണ്ടാകും. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിങ്ങൾ എന്തു ചെയ്തു എന്നതിനുള്ളൊരു തെളിവായി സ്വതക്കകൾ നിങ്ങളുടെ കൂടെ നിലനിൽക്കും എന്നതാണ്. വസ്സബ്റു ളിയാഉൻ, ക്ഷമ ഒരു പ്രകാശമായി നിങ്ങൾക്ക് അനുഭവപ്പെടും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. നോമ്പ് കാലത്ത് ആണ് നാം സംസാരിക്കുന്നത്. നോമ്പിൻ്റെ ഓരോ സന്ദർഭത്തിലും ക്ഷമ അനിവാര്യമാണ്. ക്ഷമ അത്യന്തം നമുക്ക് നിർബന്ധമായ കാര്യമാണ്. അപ്പോൾ ആ നിലക്ക് ക്ഷമ ഒരു ളിയാ ആയി, പ്രകാശമായി നമ്മുടെ മുമ്പിൽ നിലനിൽക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അടുത്തത് വൽ ഖുർആനു ഹുജ്ജത്തുൻ ലക് ഔ അലൈക്, ഖുർആൻ ഒന്നുകിൽ നിനക്ക് അനുകൂലമായി മാറും, അല്ലെങ്കിൽ നിനക്കെതിരായി മാറാനും സാധ്യതയുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. എങ്ങനെയാണ് ഖുർആൻ അനുകൂലമായി മാറുക? ആ ഖുർആൻ ഉൾക്കൊള്ളുകയും ആ ഖുർആൻ പാരായണം ചെയ്യുകയും ആ ഖുർആനിൻ്റെ വക്താവായി നിലനിൽക്കാൻ ശ്രമിക്കുകയും
ആ ഖുർആൻ നാവ് കൊണ്ട് സത്യപ്പെടുത്തുകയും ചെയ്താൽ അത് അനുകൂലമായി മാറും. എന്നാൽ നമ്മുടെ മുമ്പിൽ നിലനിൽക്കുന്ന ഖുർആനിനെ നാം അവഗണിക്കുകയും അതിൻ്റെ പഠനങ്ങളിലോ അതിൻ്റെ പ്രചാരണങ്ങളിലോ പങ്കുകൊള്ളാതിരിക്കുകയും അതിൽ നിന്ന് മാറി നടക്കുകയും ചെയ്താൽ ആ ഖുർആൻ നമുക്കെതിരായി മാറുന്ന ഒരു സാഹചര്യമുണ്ടാകും. അതിൽ നിന്ന് അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. കുല്ലുന്നാസി യഅദു ഫബായിഉൻ നഫ്സഹു ഫമുഅ്തിഖുഹ ഔ മുബിഖുഹ. ഈ ഹദീസ് അങ്ങനെയാണ് നബി അവസാനിപ്പിക്കുന്നത്. ഓരോരുത്തരും അവൻ്റെ സഞ്ചാരത്തിലാണ്, അവൻ്റെ നിരന്തരമായ മുന്നോട്ട് പോക്കിലാണുള്ളത്. ആ മുന്നോട്ട് പോക്കിൽ രണ്ട് രൂപത്തിൽ അവൻ്റെ ജീവിതത്തെ നരകത്തിൽ നിന്ന് മുഅ്തിഖുഹ മോചിപ്പിക്കുന്ന ആളുകളുമുണ്ട് പ്രവർത്തനങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ ആ നരകത്തിലേക്ക് കത്തിയാളുന്ന നരകത്തിലേക്ക് അകപ്പെട്ട് നശിപ്പിക്കുന്ന ആളുകളുമുണ്ട്. നാം നരകത്തിൽ നിന്ന് നമ്മുടെ ജീവിതത്തെ മോചിപ്പിക്കുന്ന ഈ പറഞ്ഞ കർമ്മങ്ങളുടെ ഒക്കെ ഭാഗമായി നിൽക്കുന്ന ആളുകളായി മാറാൻ നാം പരിശ്രമിക്കുക. അള്ളാഹു നമ്മെ തുണക്കുമാറാകട്ടെ.